ഇവിടെയാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് റോഡിന് സമീപത്തായിട്ട് ചാക്കിൽ കെട്ടിയ നിലയിൽ ഒച്ചിനെ ഉപേക്ഷിച്ചതായി കണ്ടെത്തിയത്. പക്ഷെ ഞാൻ കട അടയ്ക്കുന്നതിന് മുമ്പിട്ട് ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ കാടായിരുന്നു ആദ്യം. അപ്പൊ അവിടെ കാടിനകത്ത് ഒരു ചാക്ക് നിറച്ച് എന്തോ കൊണ്ടിട്ടേക്കുന്നു. പകലൊന്നും കാണാനില്ല, രാത്രി സമയമാകുമ്പോഴത്തേക്ക് റോഡ് മൊത്തം 8 മണിക്ക് ശേഷമായിട്ട് ഇളവുന്നത്. സൂര്യപ്രകാശത്ത് മണ്ണിനടിയിൽ പോകും. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ പ്ലാപ്പള്ളിയിലാണ്. സദാനന്ദപുരത്തിന് സമീപത്തുള്ള പ്ലാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് റോഡിന് സമീപത്തായിട്ട് ചാക്കിൽ കെട്ടിയ നിലയിൽ ഒച്ചിനെ ഉപേക്ഷിച്ചതായി കണ്ടെത്തിയത്. ഈ ഭാഗത്ത് അതായത് ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഇതിനെ തുടർന്ന് വലിയ ആശങ്കയിലായിരുന്നു. ഈ ചാക്കിൽ ഉപേക്ഷിച്ച നിലയിൽ ഒച്ചിനെ സമീപത്തായി കണ്ടെത്തുകയും പിന്നീട് ഇത് ഈ 2 ആഴ്ച കൊണ്ട് തന്നെ പെറ്റുപെരുകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇവിടുത്തെ കൃഷി, അതായത് എനിക്ക് പിന്നിൽ കാണുന്ന മതിൽക്കെട്ടിനപ്പുറത്തുള്ള കൃഷി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ ഒച്ചുകൾ കടന്നു കയറുകയും ഈ പ്രദേശത്തെങ്ങും തന്നെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആരാണ് ഇത്തരത്തിൽ ഇവിടെ ഒച്ചിനെ നിക്ഷേപിച്ചതെന്ന് അറിയില്ല. ആഫ്രിക്കൻ ഒച്ചുകളാണ്. നമുക്ക് മുൻപും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആഫ്രിക്കൻ ഒച്ചുകൾ വളരെ അപകടകാരികളായിട്ടുള്ള ഒരു തരം ജീവികളാണ്. ഈ ഒച്ചുകളെയൊക്കെ ചാക്കിൽ കെട്ടിയ നിലയിൽ ആരാണ് ഇവിടെ CCTV അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരാണ് ഇത്തരത്തിൽ ഇവിടെ ചാക്കിൽ ഉപേക്ഷിച്ചെന്നറിയില്ല. പക്ഷേ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ കടയിലെ ആൾക്കാരൊക്കെ തന്നെ പകർത്തിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് സംഭവിച്ചെന്നറിയില്ല. ആരാണ് ഇത്തരത്തിൽ ഇവിടെ ഈ ചാക്കിൽ ഉപേക്ഷിച്ച നിലയിൽ ഒച്ചിനെ കണ്ടെത്താനുണ്ടായ സാഹചര്യം എന്നറിയില്ല. നിങ്ങൾ ഈ കടയിൽ ഉണ്ടായിരുന്നായിരുന്നോ ആ സമയത്ത്? ഞാൻ വൈകിട്ട് 8 മണിയാകുമ്പോൾ ഞാൻ കട അടച്ചിട്ട് പോകും. പക്ഷെ ഞാൻ കട അടയ്ക്കുന്നതിന് മുമ്പിട്ട് ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ കാടായിരുന്നു ആദ്യം. അപ്പൊ അവിടെ കാടിനകത്ത് ഒരു ചാക്ക് നിറച്ച് എന്തോ കൊണ്ടിട്ടേക്കുന്നു. ഞാൻ പെട്ടെന്ന് ചെന്ന് മൊബൈൽ എടുക്കുന്നു നോക്കിയപ്പോൾ അതിനകത്ത് അങ്ങ് കിടന്നു. ഞാൻ വിചാരിച്ചിനി ഇത് കക്കയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞിടെ ആരാണ്ട കക്കാത്തോട് അവിടെ കൊണ്ടിട്ടുണ്ട്. പിറ്റേന്ന് ഇതേപോലെ ചെന്ന് നോക്കുമ്പോൾ ഇത് കക്കയല്ല, ശംഖ്, അതായത് ഈ ആഫ്രിക്കൻ ഒച്ച് ഇത് മൊത്തം അങ്ങ് ഇഴഞ്ഞു കയറുക. അങ്ങനെ പിന്നെ അതങ്ങ് വ്യാപിച്ച് അവിടെ മൊത്തം വ്യാപിച്ചില്ല. ബോർഡും മതിലും മൊത്തം ഉണ്ട്. വാഴയെല്ലാം തിന്നേക്കുന്നുണ്ട, എല്ലാം ഉച്ചകയറി തിന്നതാ. അങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ പിന്നെ ഇത് ഓരോരുത്തരിക്കൊക്കെ പറഞ്ഞു, അവരുടെ നിങ്ങൾ കുറെ ഉപ്പ് വാരിക്കൊണ്ട് ഇട്ടാൽ മതി. അങ്ങനെ ഞാൻ ഉപ്പ് വാരിക്കൊണ്ട് അങ്ങനെ ഫോട്ടോ ഏതാണ്ട് അതിനകത്ത് ഞാൻ മൊബൈലിനകത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഈ ചാനലുകാർ ആരും പിടിച്ചിട്ടില്ല. കാരണം 8 മണിക്ക് ശേഷമായിട്ട് ഇളവുന്നത്. സൂര്യപ്രകാശത്ത് മണ്ണിനടിയിൽ പോകും. ഇതിന്റെ കൊമ്പ് പോലെ ഇരിക്കില്ലേ, സൂര്യപ്രകാശത്ത് മണ്ണിനടിയിൽ പോകും. 8 മണിയാകുമ്പോൾ എല്ലാം കൂടി ചാടും. നിങ്ങൾക്ക് 8 മണിയാകുമ്പോൾ നിൽക്കാൻ കാണാം. അതിന് മൊത്തം അങ്ങ് പൊതിഞ്ഞങ്ങ്. ഞാൻ ഈ കട ഇവിടെ വന്നിട്ട് ഞാൻ 26 വർഷമായി. ഞാൻ ഇപ്പൊ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, ഇങ്ങനെ ഒരു സംഭവം. ഇത് കൊണ്ടിട്ടതാ, 100% കൊണ്ടിട്ടതാണ്. എനിക്ക് ഭംഗിയായിട്ട് അറിയാം. ആരാ കൊണ്ടിട്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇത് കൊണ്ടിട്ടത് തന്നെ. പ്രദേശത്ത് CCTV ക്യാമറകളൊന്നും ഇല്ലല്ലേ? ഇല്ല. ഞാൻ പഞ്ചായത്തിലെ അറിയിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പറെ, അങ്ങനെ പഞ്ചായത്തുകാരൊക്കെ വന്നു ഇവിടെ. അപ്പൊ മെനഞ്ഞാന്ന് വന്ന് പറഞ്ഞ് ഇതുപോലെ ഒരാളിനെ നിർത്തിയിട്ട് ഒരു ചാക്ക് ഉപ്പ് മേടിച്ച് പിന്നെ വാരി കൂട്ടിയിട്ടിട്ട് ഉപ്പിട്ടിട്ട് കുഴിച്ചിടാൻ പറഞ്ഞു. ഈ മതിലിനപ്പുറം കൃഷി സ്ഥലമാണ്. കൃഷിയൊക്കെ വലിയ രീതിയിൽ കൃഷി കണ്ട വാഴ കണ്ടിട്ട് കൊലച്ച് കിടക്കുന്ന, നല്ല ഭംഗിയായിട്ട് കൊലച്ച് കിടക്കുന്ന വാഴകൾ. അതിനകത്ത് പയറൊക്കെ ഉണ്ടാവും. അത് മൊത്തവും തിന്നു. ഈ ഇത് പിന്നെ പച്ചലി അതിന്റെ പ്രധാനം കൊച്ചിന്റെ. അത് വലിയ നമുക്ക് നമുക്ക് കണ്ടാ പേടിയാവും. അത്ര രീതിയിലുള്ള ഞാൻ ഈ മൊബൈലിനകത്ത് പകർത്തിയിട്ടുണ്ട്. നല്ല ഇവിടുത്തെ സമീപ പ്രദേശത്തുള്ള കടയിൽ ജോലി ചെയ്യുന്ന കടക്കാരൊക്കെയാണ് സംസാരിക്കുന്നത്. ഇവിടേക്കൊക്കെ ഇഴഞ്ഞു കയറുന്ന സാഹചര്യം ഉണ്ടായോ? ഇവിടൊക്കെ വന്നു സാറേ, ഇവിടൊക്കെ വന്ന് നമ്മുടെ മുറ്റത്തൊക്കെ വന്ന് ഞാൻ വെച്ചു ഉപ്പൊക്കെ ചേർന്നത് ഇട്ടതൊരു 2-3 ആഴ്ച മുമ്പ് ഒരു രാത്രി ഒരു 12 മണി കഴിഞ്ഞാൽ നേരം വിളിക്കുന്ന 3 മണി വരെ ഇവിടെ വണ്ടി ഇങ്ങനെ സർവീസ് ഓട്ടണം. എന്ന് പറഞ്ഞാൽ ഈ കോഴി കൊണ്ടിരുന്നതും മറ്റു അഴുക്ക് എല്ലാം കൊണ്ടുവന്നില്ല. അങ്ങനെ എന്റെ വീടാണ്ട് ഈ ചോരുന്ന വീടാ. അന്നേരം ഞങ്ങള് ഈ മഴ പെയ്യും മൊത്തം കടലടക്കണേ. അങ്ങനെ ഞാനും അച്ഛനൊക്കെ നോക്കിക്കൊണ്ട് ഒരു ചാക്ക് കെട്ടക്കണം. ഞങ്ങൾ പറഞ്ഞു വേണ്ട, എനിക്ക് കോഴിയുടെ വല്ല നമുക്ക് അറിയത്തില്ലെന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ അന്നെങ്കിലെ കൊട്ടാരത്തിൽ പോയിട്ട് വന്നപ്പോൾ മേശി എന്ന് പറഞ്ഞ് കൊച്ചെ വീട്ടിൽ ഇതുകൊണ്ട് അവിടെ ഏതാണ്ട് അനങ്ങുന്ന എന്തോന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അച്ഛനും മേശയുടെ അവിടെ നോക്കിക്കൊണ്ട്, എന്നിട്ട് ഈ നമ്മൾ ഈ പുഴയൊക്കെ അരിക്കുമ്പോൾ ഞുളയ്ക്കത്തില്ലയോ, അങ്ങനെ അങ്ങ് ഞുളയ്ക്കുക.
അന്നേരം അച്ഛൻ പറഞ്ഞു ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. അന്നേരം മേശ പറഞ്ഞ് എടുത്തിടണോ കൊച്ചേന്ന്. ഞങ്ങൾ പറഞ്ഞു താങ്ങില്ല, ഇത് കല്ലുപ്പിട്ടൊക്കത്തില്ല, പൊടിപ്പിട്ടില്ല, ഇതങ്ങ് താഴ്ത്തുള്ളൂ. അങ്ങനെ കുറെ ഉപ്പിട്ട് കഴിഞ്ഞപ്പം പിന്നെ ഇത് ഒരു അന്നേരത്തേക്ക് ഒരു മയങ്ങി കിടക്കും. ഉപ്പിട്ട് കഴിയുമ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ചെന്ന് നോക്കുമ്പം ആശ്രമത്തിന് മയത്തിൽ മൊത്തം അവിടെ പിന്നെ ഇതാണ്ട് ആ ബോർഡ് മൊത്തം അങ്ങ് നിറയും. അതാണ് നമുക്ക് അങ്ങോട്ട് ഇതിൻ്റെ അടുത്തപ്പോൾ ഇതിനകത്ത് ഇത് വിഷമുള്ളതുണ്ടാ പറയാം, നമ്മുടെ ശരീരത്തിൽ അത് ബാധിച്ച് നമ്മളത് മരിച്ചു പോകുന്നുള്ളതാണ്. അങ്ങനെ ഈ മേശിൽ പോയി കഴിയുമ്പോൾ ഞാനും അച്ഛനും രാത്രി ഇവിടെ പോയി ഞങ്ങൾ അപ്പുറത്തെ പള്ളിയുടെ അവിടം വരെ ഇങ്ങനെ ഉപ്പിട്ട് പറയും. അന്നേരം ഞങ്ങളുടെ ഈ മഴ പെയ്യുമ്പോൾ ഞങ്ങളുടെ വീട്ടിനകത്തൊക്കെ കയറി വരും. ഞങ്ങൾ പിന്നെ ആഹാരമൊക്കെ വെക്കാൻ സാധനമില്ല, നമുക്ക് കിണറിനത് ആ കൊച്ചു വീട് വെച്ചത്. അന്നേരം കുഴിക്കിണറായതുകൊണ്ട് ഞങ്ങള് ഉപ്പൊക്കെ ഇട്ട് രാത്രി എന്നെ അങ്ങ് പോരും. പക്ഷെ പകലൊന്നും കാണാനില്ല. രാത്രി സമയമാകുമ്പോഴത്തേക്ക് റോഡ് മൊത്തം അങ്ങ് കുടുകുരാന്ന് ഞുളഞ്ഞില്ല. അങ്ങനെ പിന്നെ ഇത് ആരും അറിഞ്ഞില്ല. പിന്നെ 1-2 വട്ടം ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കണ്ടത്. പിന്നെ ഞാൻ കൊട്ടാരക്കുന്ന ആൾക്കാരും ഞാൻ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനെ വിധി ചേച്ചി വിളിച്ചറിയിച്ചു. വിധി ചേച്ചി പറയും എന്താ കൊച്ചു നേരത്തെ അറിഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ചേച്ചി ഇവിടുന്നുള്ള ഒരാളും പറയുമെന്ന് ചേച്ചോണ്ടാ ഞങ്ങൾ പറയാനെന്ന് പറഞ്ഞു. ആ ചേച്ചി ഇവിടെ വന്ന് വന്നിട്ട് പഞ്ചായത്തുകാരെ ചേച്ചി വിളിപ്പിച്ചു. ആ പഞ്ചായത്ത് സാറ് വന്നിട്ട് അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു സാറേ ഇതുപോലെ ഒച്ച ഞങ്ങൾ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് ഈ ഒച്ചിനെ കാണുക, ഭയങ്കര ശല്യവാ എന്ന് പറഞ്ഞു. ഇത് അപ്പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാഴ മൊത്തവും തിന്നും. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ഉപദ്രവം തന്നെയാണ് ആരാണെങ്കിലും കാണിച്ചിരിക്കുന്നത്. കാരണം ഈ പ്രദേശത്തെ വീടുകളിലും അതോടൊപ്പം തന്നെ കൃഷി സ്ഥലങ്ങളിലേക്കുമൊക്കെ ഈ വലിയ രീതിയിലുള്ള ആഫ്രിക്കൻ ഒച്ച് ഇഴഞ്ഞു കയറുന്നു. ആഫ്രിക്കൻ ഒച്ചിനെ പറ്റി നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് വലിയ രീതിയിലുള്ള അപകടകാരികളും വിഷാംശം കലർന്നുമാണ് മനുഷ്യന്റെ ജീവന് തന്നെ അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഈ ആഫ്രിക്കൻ ഒച്ചുകളെ ആരാണ് കണ്ടെത്തിയതെന്ന് കണ്ടെത്താൻ സാധിക്കാത്തത് ഇവിടുത്തെ നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഏതായാലും പഞ്ചായത്ത് ഉടനെ തന്നെ ഇതിനെതിരെ ഒരു വലിയ രീതിയിലുള്ള നടപടി എടുക്കുമെന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബില്വനിത്സൻ, വിസ്മയ ന്യൂസ്.